ഹലോ ഡിയർ ഓൾ, നമ്മൾ വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് ഒരു കുട്ടി ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇത്തവണ നമ്മൾ പോകുന്നത് സിക്കിമിലേക്കാണ്. നമ്മൾ ഒരുപാട് ഓപ്ഷൻസൊക്കെ ഇങ്ങനെ നോക്കി ഏത് സ്ഥലത്തേക്ക് പോകണം എന്നതിനെ പറ്റിയൊക്കെ ചെറിയൊരു പ്ലാനിങ് ഒക്കെ നടത്തി. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ബെസ്റ്റ് ഓപ്ഷനായിട്ട് കിട്ടിയൊരു സ്ഥലമായിരുന്നു സിക്കിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കാശ്മീരിലേക്കൊക്കെ പോകണമെന്ന് ആദ്യത്തെ ടൈമിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷേ നമുക്കവിടെ അവൈലബിലിറ്റി കിട്ടിയില്ല, ടിക്കറ്റ്സിൻ്റെ അവൈലബിലിറ്റി കിട്ടാത്തതുകൊണ്ടാണ് നമ്മളിങ്ങോട്ട് പോയത്. പിന്നെ ലാസ്റ്റ് ഇയറൊക്കെ നമ്മൾ പോയ സ്ഥലങ്ങളൊക്കെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ലൊക്കേഷൻ തിരഞ്ഞെടുക്കാം എന്ന രീതിയിലാണ് നമ്മൾ സിക്കിം എടുത്തത്. അപ്പം നമ്മളിവിടെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്സിലാണ് പോയത്. ഞങ്ങളുടെ ട്രാവൽ പാർട്ട്ണർ എന്ന് പറയുന്നത് അക്ബർ ട്രാവൽസ് ആയിരുന്നു. ഞങ്ങളുടെ 5th ട്രിപ്പാണ് അക്ബർ ട്രാവൽസുമായിട്ട്. ഞങ്ങളുടെ മാരേജിന് ശേഷം ഉള്ള എല്ലാ ട്രിപ്സുകളിലും ഞങ്ങൾ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അക്ബർ ട്രാവൽസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ബാംഗ്ലൂർ എയർപോർട്ടിലാണ് എത്തിയത്. ബാംഗ്ലൂർ എയർപോർട്ടിൽ നമുക്കൊരു 2 hours ഒരു ഹോൾഡ് ഉണ്ട്. അപ്പോൾ ആ ഒരു ടൈം നമ്മളിവിടെ ബാംഗ്ലൂർ എയർപോർട്ടിൽ തന്നെ ഫുഡ് കഴിക്കാനും നെക്സ്റ്റ് സെക്യൂരിറ്റി ചെക്കപ്പിനൊക്കെ ആയിട്ടാണ് സ്പെൻഡ് ചെയ്തത്. അപ്പം ഒത്തിരി മാറിയിട്ടുണ്ട് ഈ ബാംഗ്ലൂർ എയർപോർട്ട്. ഒരുപാട് സീനിക്കായിട്ട് അവർ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ദെൻ നമ്മൾ അവരുടെ ലോഞ്ച് ചൂസ് ചെയ്തു. 080 എന്ന് പറയുന്ന ലോഞ്ചാണ് നമ്മൾ ചൂസ് ചെയ്തത്. ഇത് ബാംഗ്ലൂരിൽ ലാസ്റ്റ് ഇയറിൽ അവർ എയർപോർട്ടിൽ ലോഞ്ച് ചെയ്തൊരു പുതിയ ഏരിയയാണ്, ലോഞ്ച് ഏരിയയാണ്. അപ്പം ബാംഗ്ലൂരിൻ്റെ ISD കോഡാണ് 080 എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ അവർ അതിന് ആ ലോഞ്ചിന് പേരായിട്ടിട്ടു. അപ്പോൾ ഒത്തിരി ഫുഡ് ഓപ്ഷൻസ്, വെറൈറ്റീസ്, അതായത് നോർത്ത് ഇന്ത്യൻ ടു സൗത്ത് ഇന്ത്യൻ, ദെൻ ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റുകൾ, അങ്ങനെ എല്ലാം തന്നെ അവൈലബിൾ ആയിരുന്ന ഒരു അടിപൊളി ലോഞ്ചായിരുന്നു. സോ നമ്മൾ അറൗണ്ട് ഒരു 1 hour ഒക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. കാരണം അത്യാവശ്യം റഷ് ഉണ്ടായിരുന്നു. ആളുകളൊക്കെ മോർണിംഗ് ടൈം ആയതുകൊണ്ട് ലോഞ്ച് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം നമ്മൾ കഴിഞ്ഞ് പീസ്ഫുള്ളായിട്ട് നമ്മൾ നെക്സ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്തു. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് ലാൻഡ് ചെയ്യുന്നത് ബഗ്ഡോരയിലാണ്. അവിടെ നിന്നൊരു അറൗണ്ട് ഒരു 4.5 hours ഒരു ട്രാവലുണ്ട്. അപ്പോൾ നമ്മൾ ഓൺ ദ വേ തന്നെയാണ് ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചത്. നമുക്കൊരു 4 മണി ആ ഒരു ടൈമായി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് കയറിയപ്പം. അപ്പം നല്ല രസമായിരുന്നു. ഇവിടെ സ്റ്റാർട്ടിങ് തൊട്ടേ നമുക്ക് ആ ട്രാവൽ ഫീൽ എന്ന് പറയുന്നത് വളരെ ഭംഗിയായിരുന്നു. അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റേ ചെയ്തത് ബൂംസാങ് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. അവിടുത്തെ റൂമൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി വ്യൂ ആയിരുന്നു. നമ്മൾ മോർണിംഗ് ഒരു 4:30 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടെ സൺറൈസാണ് സിക്കിമിൽ. അപ്പം ഈ ഒരു സൺറൈസിൻ്റെ ടൈമിൽ നമ്മൾ വിൻഡോയിൽ കൂടി നോക്കുമ്പോൾ കാണുന്ന ഒരു സീനാണിത്. നല്ല മലനിരകളും അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ല ഫോഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടുത്തെ വീടുകൾ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്ന അടിപൊളി റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയത്. ഇവിടുത്തെ ഒരു കുഞ്ഞു പൂച്ചയാണിത്. എല്ലാ റൂംസിൻ്റെയൊക്കെ അടുത്ത് കൂടെയൊക്കെ ഇതിങ്ങനെ ജസ്റ്റ് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നമ്മുടെ അവിടുത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫസ്റ്റ് പോയ പ്ലേസ് എന്ന് പറയുന്നത് നാഥുല പാസ്സാണ്. നമുക്ക് അറൗണ്ട് ഒരു 2 hours മേലെയായിട്ട് ട്രാവൽ ടൈം ഉണ്ടായിരുന്നു നമ്മുടെ റിസോർട്ടിൽ നിന്ന് ഈ ഒരു പ്ലേസിലേക്ക്. അപ്പോൾ നമുക്ക് ഇന്ന് തന്നെ പോകാനായിട്ട് അവർ പാക്കേജിലൊരു കാർ ഉണ്ടായിരുന്നു. കാർ ഡ്രൈവർ വരും നമ്മളെ പിക്കപ്പ് ചെയ്യും. അപ്പോൾ നല്ല റഷായിരുന്നു നാഥുല പാസിലേക്ക്. കാരണം കാശ്മീരൊക്കെ ഇപ്പോൾ ക്ലോസ്ഡ് ആയതുകൊണ്ടായിരിക്കാം അത്യാവശ്യം ട്രാവലേഴ്സ് ഒത്തിരിയും ചൂസ് ചെയ്യുന്നൊരു സ്ഥലമായിട്ട് സിക്കിം മാറിയിട്ടുണ്ടായിരുന്നു. മഞ്ഞുണ്ട്, തണുപ്പുണ്ട്, അങ്ങനെയൊക്കെയുള്ള എല്ലാ സീനിക് ബ്യൂട്ടീസും കൂടി കാശ്മീർ പോലെ തന്നെ നമുക്ക് കിട്ടുന്നൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇവിടെ കഞ്ചൻജംഗ എന്ന് പറയുന്ന നമ്മുടെ വേൾഡിലെ തന്നെ 3rd ലാർജസ്റ്റ് ആയിട്ടുണ്ടായിരിക്കുന്ന ആ ഒരു മൗണ്ടൻ ഇവിടെയാണ്. അപ്പം അതിൻ്റേതായിട്ടുള്ളൊരു ഹിമാലയൻസിനോട് നമ്മൾ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്നതുകൊണ്ടായിരിക്കാം നല്ല സീനിക് ബ്യൂട്ടിയാണ് ഈ സിക്കിം എന്ന് പറയുന്ന പ്ലേസ്. അപ്പോൾ നമുക്കിവിടെ ചൈനീസ് ബോർഡറിൻ്റെ ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുണ്ടായിരിക്കുന്ന ആ ബോർഡറിലാണ് നമ്മൾ ഈ നാഥുല പാസിൽ എത്തുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്നു. ഇവിടെ വന്ന് തന്നെ കുറച്ച് തണുപ്പിനൊക്കെ പ്രൊട്ടക്ഷൻ എന്ന രീതിയിൽ നമുക്കവർ കുറച്ച് ഐറ്റംസൊക്കെ തരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം വാങ്ങി നമ്മളിവിടെ നാഥുല പാസിലെത്തി. കുറേ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ആർമിയാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു പ്ലേസിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ എത്ര ടൈം അവിടെ സ്പെൻഡ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവർ കുറച്ച് നമ്മളെ കൺട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളിവിടെ നിന്ന് അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്ത് നാഥുല പാസിലൊക്കെ കയറി നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും മഴ തുടങ്ങി. അപ്പോൾ മഴയായി, നല്ല ഫോഗായി. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ നിന്നുള്ള നമ്മുടെ റിട്ടേൺ ജേർണിക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ അത്യാവശ്യം ഒരു 2.5 hours ഒക്കെ നമ്മളവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മേളിൽ ചൈനീസ് ബോർഡറിലേക്ക് കയറാനൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മൾ റിട്ടേൺ ജേർണിയിൽ സോങ്മോ ലേക്ക് കൂടെയൊക്കെയാണ് പാസ് ചെയ്ത് പോകുന്നത്. നെക്സ്റ്റ് നമുക്കിവിടെ ഒരു
ചെറിയൊരു ഒരു ചെറിയ ടെമ്പിൾ പോലെ കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു പഴയ സോൾജിയറിൻ്റെ ആൾക്കാരുടെ ട്രിബ്യൂട്ട് എന്ന രീതിയിലായിരുന്നു ഈ ടെമ്പിൾ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ലേക്കിൽ ഇറങ്ങി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്താണ് നമ്മൾ തിരിച്ചിങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നത്. ഓൺ ദ വേ റിട്ടേൺ നമുക്ക് നല്ല മഴയും അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള സ്നോഫോളും കിട്ടിയിട്ടുണ്ടായിരുന്നു. റോഡ് ഫുള്ളും തന്നെ അത്യാവശ്യം ബ്ലോക്കായിരുന്നു. എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു രീതി അങ്ങനെയാണ്. ഒരു ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല മഴയും അതോടൊപ്പം തന്നെ മഞ്ഞും ഫോഗും ഒക്കെ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻസാണ്. ഇപ്പോൾ ഡേ 2 ആദ്യമായിട്ട് നമ്മൾ പോയ പ്ലേസ് എന്ന് പറയുന്നത് ടാഷി വ്യൂ പോയിൻ്റാണ്. അപ്പം സിക്കിമിലെ തന്നെ നമുക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ്, അതായത് അത്യാവശ്യം കഞ്ചൻജംഗ മലനിരകൾ കാണാം, അതോടൊപ്പം തന്നെ ഹിമാലയത്തിൻ്റേതായിട്ടുള്ള അത്യാവശ്യം നല്ല സീനിക് ബ്യൂട്ടീസൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആളുകൾ കൂടുതലായിട്ടും സൂര്യോദയം കാണാനായിട്ട് ആളുകൾ എത്തുന്ന ഒരു സ്ഥലമായിരുന്നു. ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനുള്ള സ്ഥലങ്ങളുണ്ട്, അതോടൊപ്പം തന്നെ നല്ലൊരു വ്യൂ പോയിൻറ്റ്സ് ഉണ്ട്. ഇതെല്ലാം എൻജോയ് ചെയ്ത് നമ്മളവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. നെക്സ്റ്റ് ആയിട്ട് നമ്മളവിടെ പോയൊരു പ്ലേസ് എന്ന് പറയുന്നത് അതിന് നിയർ ബൈ ആയിട്ടുണ്ടായിരുന്ന ഒരു ഈറ്ററിയിലാണ്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചായയും അതുപോലെ തന്നെ കട്ട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. രണ്ടാമത് നമ്മൾ പോയ സ്പോട്ട് ഒരു പ്ലാന്റ് ഒബ്സർവേറ്ററി ആയിരുന്നു. ഇവിടെ സിക്കിമിലെ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള അവരുടെ സിക്കിം എന്ന് പറയുന്ന സ്ഥലം മലനിരകളും കാര്യങ്ങൾക്കും മാത്രമല്ല, അതോടൊപ്പം തന്നെ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുണ്ടായിരിക്കുന്ന ചില മെഡിസിനൽ പ്ലാന്റ്സ് ട്രീസിനൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരു പ്ലേസ് കൂടിയാണ്. അപ്പം അവിടെ നമ്മൾ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തു. ഒരു ഗാർഡനൊക്കെ കാണാനായിട്ടും കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ അവിടുത്തെ ടൈം സ്പെൻഡ് ചെയ്തത്. ദെൻ നമുക്ക് അവിടെ തന്നെ പല പ്ലാന്റ്സിനെ പറ്റിയിട്ടും അവർ അത്യാവശ്യം ഡിസ്ക്രിപ്ഷൻസൊക്കെ കൊടുത്ത് വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിരുന്നു. നമ്മളവിടുത്തെ ഫോട്ടോസൊക്കെ എടുത്ത് നെക്സ്റ്റായിട്ട് പോയൊരു പ്ലേസ് എന്ന് പറയുന്നത് ഗണേഷ് ടോക്കാണ്. അപ്പം ഗണേഷ് ടോക്കിൽ ചെറിയൊരു ഗണപതി ക്ഷേത്രമാണ്. അപ്പം ഇവിടെ വിസിറ്റേഴ്സിന് വേണ്ടിയിട്ട് തന്നെ സ്പെഷ്യലി അറേഞ്ച് ചെയ്തിരിക്കുന്ന ചില പ്ലേസസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അവർ പൂജകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഏരിയ വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. അവിടെ ആവശ്യമുള്ളവർക്ക് മാത്രം കയറിയാൽ മതി. അല്ലാതെ നമുക്ക് അവിടെ വന്ന് ആ ഒരു പ്ലേസ് കാണാനും അതുപോലെ തന്നെ എൻജോയ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള സ്പോട്ടുകളാണ് കൂടുതലായിട്ടും ഈ ഒരു ഗണേഷ് ടോക്കിൽ അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു നോർത്ത് ഏരിയയിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് സ്പെഷ്യലി സിക്കിം അതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഈ ഫ്ലാഗ് നമ്മൾ കാണാറുണ്ട്. അത് വളരെ ഫേമസ് ആണ്. അപ്പം ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഇങ്ങനെയുള്ള ഫ്ലാഗുകൾ അവർ കൂടുതലായിട്ടും കെട്ടിയിട്ടുണ്ട്. ഇപ്പം അമ്പലങ്ങളും തന്നെയില്ല, എല്ലാ ഏരിയാസിലും തന്നെ റോഡുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ പാസ് ത്രൂ ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റാറുണ്ട്. അപ്പോൾ അവിടെയും നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാനുള്ള ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അത്യാവശ്യം നല്ല കാറ്റുണ്ട്, തണുപ്പുണ്ട്. ഒരു നൂൺ ടൈമൊക്കെ ആവാറായെങ്കിൽ പോലും തണുപ്പിനൊന്നും അവിടെ കുറവില്ലായിരുന്നു. അത്യാവശ്യം നല്ല തണുപ്പൊക്കെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ നെക്സ്റ്റ് നമ്മൾ കണ്ട ഒരു പ്ലേസാണ് ഹനുമാൻ ടോക്ക് എന്ന് പറയും. അപ്പം ടോക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഉദ്ദേശിക്കുന്ന ക്ഷേത്രം എന്ന് തന്നെയാണ്. അപ്പം ഇതും വളരെ സീനിക് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരുന്നു. ദെൻ അവിടെ കണ്ടതാണ് ഒരു ദോശ സ്പോട്ട്, ഒരു തമിഴൻ നടത്തുന്നതായിരുന്നു. ഇവരുടെ വർക്കിന് വേണ്ടിയിട്ട് വന്ന് ഇങ്ങനെ ദോശയൊക്കെ ആർമിയുടെ പെർമിഷനോട് കൂടിയിട്ടാണ് അവിടെ ചെയ്തത്. ദെൻ നെക്സ്റ്റ് നമ്മളവിടെ പോയത് ഒരു എൻസൈ മൊണാസ്ട്രിയിലാണ്. അതായത് ഒരു 300 വർഷത്തിലധികം പഴക്കമുള്ളൊരു ബുദ്ധമതം മഠമായിരുന്നു, അതായത് മൊണാസ്ട്രി ആയിരുന്നു. അപ്പം എൻസൈ എന്നുള്ള ആ ഒരു വേർഡിൻ്റെ അർത്ഥം അവിടെയുള്ള, അതായത് വളരെ ശാന്തസുന്ദരമായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസ് ആയിരുന്നത്. ഇവിടെ ബുദ്ധ മൊണാസ്ട്രീസിലൊക്കെ തന്നെ നമ്മൾ കാണുന്ന പോലെയുള്ള ക്ലോക്ക് വൈസിൽ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന തിങ്സൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു വളരെ സീനിക് ആയിട്ടുള്ളൊരു പ്ലേസ് ആയിട്ടാണ് നമുക്കിതിനെ ഫീൽ ചെയ്തത്. അത്യാവശ്യം നല്ലൊരു ഹൈറ്റിൽ തന്നെയാണ് ഈ ഒരു പ്ലേസ് ലൊക്കേറ്റ് ചെയ്തിരുന്നതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. പിന്നെ എല്ലാ ദിവസവും നമ്മളിവിടെ ആയിരുന്ന സിക്കിമിലെ എല്ലാ ദിവസവും ഇപ്പോഴത്തെ ഒരു റെയിനി സീസൺ ആണെങ്കിൽ പോലും ഒരു 1:30 കൂടി തന്നെ നമുക്കവിടെ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നല്ല കാറ്റും മഴയും അതുപോലെ തന്നെ നല്ല തണുപ്പൊക്കെ ആയി നമ്മൾ ആ സ്ഥലത്ത് കുറച്ച് ടൈം കൂടി സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും അപ്പോൾ നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് മൊണാസ്ട്രിയൊക്കെ വിസിറ്റ് ചെയ്ത് നമ്മൾ വന്ന ആ ഒരു ടൈമോട് കൂടി തന്നെ മഴയ്ക്കുള്ള എല്ലാ കാര്യങ്ങളും എത്തി. നല്ല രീതിയിലുള്ള മഴയോടെ പെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പോയ സ്ഥലം ടിബറ്റൻ സ്റ്റഡി സെൻറ്റർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു ടിബറ്റൻ കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ നല്ലൊരു മ്യൂസിയം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ മഴ ആയതുകൊണ്ട് അധികം ടൈം സ്പെൻഡ് ചെയ്തില്ല, റൂമിലേക്ക് പോയി.
അപ്പോൾ നമ്മുടെ ഏർലി മോർണിംഗ് ഉള്ള നമ്മുടെ ഹോട്ടലിലെ ഒരു വ്യൂ ആണിത്. ഏർലി മോർണിംഗ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു 4:45 ഒക്കെ ആകുമ്പോഴത്തേക്കും സൺറൈസാണ്. നല്ല ഫോഗായിട്ട് കിടക്കുന്ന ആ ഒരു പ്ലേസിൻ്റെ ഒരു ട്രാൻസിഷനാണ് ശരിക്കും പറഞ്ഞത്. നല്ല അടിപൊളി വ്യൂ ആയിരുന്നു നമ്മുടെ വിൻഡോസിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുന്നത്. ദെൻ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കിട്ടിയത് 7:30 കൂടിയാണ് ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോയി. ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പോട്ട് ബുദ്ധ പാർക്കാണ്. അപ്പോൾ ഈ കണ്ടത് ഒരു ടണലാണ്, ഇവിടുത്തെ ഒരു പാസ് വേ ആണ്. നല്ല വെൽ അറേഞ്ച്ഡ് ആയിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ കൊടുത്തിട്ടാണ് അവരവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് തന്നെയുള്ള വെയിൽ നമ്മൾ പോകുമ്പോഴത്തേക്കും ഒരുപാട് നല്ല സീനിക് ബ്യൂട്ടീസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണാനുണ്ട്. അപ്പം അതെല്ലാം കണ്ട് നമ്മൾ നമ്മുടെ വ്യൂ പോയിന്റിലെത്തി. അപ്പം 1000 അടി ഉയരത്തിലുള്ള ബുദ്ധ പ്രതിമയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പം ബുദ്ധിസ്റ്റ് ഒരു മതവുമായിട്ട് ബന്ധപ്പെട്ടാണ് സിക്കിമിൽ കൂടുതലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇവർ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു പാർക്കിന് അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവർക്ക്. അപ്പം ഒരുപാട് ആളുകൾ വിസിറ്റ് ചെയ്യാനായിട്ട് വരും. ശരിക്കും പറഞ്ഞാൽ ആകാശം മുട്ടെ തൊട്ട് നിൽക്കുന്ന എന്ന് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ബുദ്ധ പ്രതിമയുള്ളത്. ദെൻ അവിടുത്തെ അതിനോട് സിറ്റുവേറ്റഡ് ആയിട്ട് നിൽക്കുന്ന കുറേ സ്ഥലങ്ങളുണ്ട്, കുറേ മൊണാസ്ട്രീസ് പോലെയുള്ള ഏരിയാസ് ഉണ്ട്. ഇവിടെ തന്നെ പൂജ നടക്കുന്ന ചെറിയൊരു ഏരിയ ഉണ്ട്. നല്ലൊരു വ്യൂ പോയിൻ്റ് ആയിരുന്നു നമുക്കത്. നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടും ഈ ഒരു പാർക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ ടൈം നമുക്ക് സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമുക്ക് സാധിച്ച ഒരു അടിപൊളി വ്യൂ പോയിൻ്റ് ആയിട്ടാണ് നമുക്ക് ഈ ബുദ്ധ പാർക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ ഇവിടെ തന്നെ ഒരു ഏരിയ ഉണ്ട്, ആ ബുദ്ധ സ്റ്റാച്യു ഇരിക്കുന്ന ഏരിയ. അപ്പം അതിനോട് ചുറ്റുവട്ടത്തായിട്ട് കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ നമുക്ക് അവിടെ ഒരു 7 ബൗൾസ് വെച്ചിട്ടുണ്ട്. അപ്പം എവരിഡേ അവർ ഇതിനകത്ത് വെള്ളം നിറച്ച് ഈ ബുദ്ധ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു കാര്യമാണ് ഈ 7 ബൗൾസ് എന്ന് പറയുന്നത്. ദെൻ അവിടെ കുറേ ഏരിയാസിൽ ഇങ്ങനെ ചെറിയ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട്. വെൽ അറേഞ്ച്ഡ് ആയിട്ടുണ്ടായിരിക്കുന്ന കുറേ ഏരിയാസൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അടിപൊളി വ്യൂസൊക്കെ എൻജോയ് ചെയ്താണ് നമ്മൾ ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തത്. അപ്പം എല്ലായ്പ്പോഴും തന്നെ മഞ്ഞാണെങ്കിലും അതിനോടൊപ്പം തന്നെ കാറ്റും കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്ഥലത്തൊക്കെ നിൽക്കുമ്പം നല്ല രീതി തണുപ്പുണ്ട്. നമ്മളിവിടെ ഒന്ന് ചൂട് നിന്നാണ് അവിടെ തണുപ്പിലേക്ക് പോയത്. അപ്പോൾ നമ്മുടെ ബോഡി അതിനോട് അഡ്ജസ്റ്റ് ആവുന്ന തന്നെ അത്യാവശ്യം നല്ലൊരു ടൈം നമുക്കവിടെ എടുക്കുന്നുണ്ട്. ദെൻ അവിടെ ജസ്റ്റ് ഒരു പാസ് വേ ആണത്. ചെറിയതായിട്ടുള്ളൊരു ടണൽ ഫോമിൽ അവർ ലൈറ്റൊക്കെ ഇട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആ പാർക്കിൽ കൂടെ തന്നെ പാസ് ചെയ്യാനുള്ളൊരു ചെറിയ ലൊക്കേഷൻ തന്നെയാണത്. ദെൻ ഇവിടെ കുറേ ബുദ്ധ റിലേറ്റഡ് ആയിട്ടുണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ ബുദ്ധിസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുന്ന ഷോപ്സ് ഉണ്ടായിരുന്നു. ദെൻ ചെറിയൊരു ഈറ്ററി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവരുടേതായിട്ടുള്ള സിക്കിം റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സ്നാക്സ് കാര്യങ്ങൾ, ചായയൊക്കെ നമ്മൾ എൻജോയ് ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ആണ് നമ്മൾ നെക്സ്റ്റ് സ്ഥലത്തേക്ക് അവിടെ പാസ് ചെയ്ത് പോകുന്നത്. അപ്പോൾ നെക്സ്റ്റായിട്ട് നമ്മൾ പോയ അവിടെ തന്നെയുള്ളൊരു ടീ ഗാർഡനിലാണ്. ടെമി ടീ ഗാർഡനാണ്. ഇപ്പം സൗത്ത് സിക്കിമിലാണ് ഈ ടെമി ടീ ഗാർഡൻ അവിടെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ മൂന്നാറൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു സ്പോട്ടായിട്ട് നമുക്കിത് ഫീൽ ചെയ്യത്തുള്ളൂ. പക്ഷേ അവിടുത്തെ മഞ്ഞത്തും തണുപ്പത്തൊക്കെ നമ്മൾ ആ ഒരു സ്ഥലം കാണുമ്പോൾ അതിനൊരു പ്രത്യേക ഫീലാണ്. ദെൻ നമ്മൾ നെക്സ്റ്റ് പോയ പ്ലേസ് എന്ന് പറയുന്നത് ചാർദമാണ്. ഇപ്പം സൗത്ത് സിക്കിമിലെ തന്നെ ഇവിടുത്തെ നംസി എന്ന് പറയുന്ന സ്ഥലത്താണിത് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇപ്പം 120 അടി ഉയരത്തിലുള്ള ശിവ പ്രതിമയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ആകർഷണമായിട്ട് പറയുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ ആ ഡേ തീർന്നു. നെക്സ്റ്റ് ഡേയിൽ നമ്മളിവിടുത്തെ ലോക്കൽ മാർക്കറ്റ്സും കാര്യങ്ങളൊക്കെ കാണാനായിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ വെസ്റ്റ് പോയിൻ്റ് മാളിലാണ് എത്തിയത്. ഞങ്ങളിവിടുത്തെ ലോക്കൽ ഏരിയാസൊക്കെ ഒന്ന് കണ്ടുപോരാമെന്ന് ഓർത്ത് വന്നപ്പോഴാണ് ഇങ്ങനൊരു മാൾ ഇവിടെ കാണുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു മാളായിരുന്നു. എല്ലാ ബ്രാൻഡ്സിൻ്റെയും തന്നെ ഷോപ്സൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പക്ഷേ ഇവർ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒത്തിരി ആയില്ല എന്ന് തോന്നുന്നു. കാരണം എല്ലാ ഫ്ലോറിലും ഒന്നും ഷോപ്സുകൾ അത്രയും അധികമില്ല. ഉള്ളതെല്ലാം തന്നെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോപ്സുകളാണ്. പിന്നെ ഇവർക്ക് നല്ലൊരു സ്പ്ലെൻഡഡ് ആയിട്ടുള്ള ഒരു ഫുഡ് പോയിൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫുഡ് പോയിൻറ്റിൽ മക്ഡി, അതുപോലെ തന്നെ KFC, പിസ്സ ഹട്ട് ഒക്കെ പോലെയുള്ള എല്ലാ ബ്രാൻഡഡ് ആയിട്ടുള്ളായിരിക്കുന്ന ഫുഡ് സ്പോട്ടുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇവിടെയുള്ള ഒരു കുംഫു പാൻഡയുടെ സ്റ്റാച്യു ഒക്കെ നമ്മൾ കണ്ടു. അതിൻ്റെ ഒരു ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടുത്തെ മക്ഡൊണാൾഡ്സിൽ കയറിയാണ് നമ്മൾ ഫുഡ് കഴിച്ചത്. ഇവിടുത്തെ മക്ഫറിയും അതുപോലെ തന്നെയുള്ളൊരു വാല്യൂ മീലും നമ്മൾ കഴിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്യുകയാണ് ചെയ്തത്.
അപ്പോൾ ഈ ഒരു മാളിൽ നിന്നാൽ തന്നെ അത്യാവശ്യം നല്ലൊരു വ്യൂ പോയിൻ്റാണ് ഈ സിക്കിമിനെ പറ്റി നമുക്ക് കിട്ടുന്നത്. നല്ല ഹൈറ്റിലായതുകൊണ്ട് തന്നെ ആയിരിക്കാം ഇവിടെ ഉണ്ടായിരിക്കുന്ന വീടുകൾ, സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ ലോക്കൽ മാർക്കറ്റ്സൊക്കെ നമുക്ക് ഇവിടെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ അതിൻ്റെയും നല്ലൊരു വ്യൂ പോയിൻ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു പ്ലേസായിട്ടാണ് വെസ്റ്റ് മാൾ അവിടെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ മാളിൻ്റെ അടുത്ത് തന്നെയായിട്ട് നമുക്ക് നമ്മുടെ ലോക്കൽ മാർക്കറ്റ്സൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ളൊരു വാക്ക് വേ ഉണ്ടായിരുന്നു. അപ്പോൾ ആ വാക്ക് വേ കൂടെയാണ് നമ്മൾ ഈ മാളിൽ നിന്ന് നമ്മുടെ മാർക്കറ്റിലേക്ക് പോയത്. അപ്പോൾ ഈ മാർക്കറ്റിൻ്റെ അടുത്ത് ഒരുപാട് ഷോപ്സുകളുണ്ട്. അതായത് നമുക്ക് ലോക്കൽ ഫുഡ് ഐറ്റംസ് കിട്ടുന്നതും അതുപോലെ തന്നെ നമുക്ക് മറ്റു രീതിയിലുള്ള റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ദെൻ കൊറിയൻ മേക്കപ്സിൻ്റെ ഐറ്റംസ് കിട്ടുന്ന ഷോപ്സുകളുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഒരു ഷാഹി ദർബാർ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടാണ് നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത് ഉച്ചയ്ക്ക്. അപ്പം ഇവിടുത്തെ ബിരിയാണീസ് എന്ന് പറയുന്നത് കൊൽക്കട്ട ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ബിരിയാണീസാണ്. ആ ബിരിയാണിയും അതോടൊപ്പം തന്നെ റൊട്ടിയാണ് നമ്മളിവിടെ നിന്ന് കഴിച്ചത്. അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് നമ്മളൊരു സൂപ്പും കൂടി ആവുമ്പം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ ഫുഡൊക്കെ കഴിച്ച് നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റ്സ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോയി. അപ്പം നമ്മുടെ ഇവിടെ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ ആളുകൾ, അതായത് നോർത്തിലേക്കൊക്കെ വരുമ്പം കൂടുതൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മാർക്കറ്റ് പോലെയുള്ള സ്ഥലങ്ങളിൽ ജസ്റ്റ് സാധനങ്ങൾ മേടിക്കാനായിട്ട് പോകുന്നു എന്നതിലുപരിയായിട്ട് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ടും കൂടിയാണ് അവർ മിക്കപ്പോഴും പോകാറുള്ളത്. അപ്പം ആളുകൾക്ക് ഇരിക്കാനായിട്ടുള്ള പ്ലേസസ് ഉണ്ടായിരുന്നു. ഇവിടെ ഒരു നാഷണൽ ഫ്ലാഗ് അവർ കെട്ടിയിട്ടുണ്ട്. മഹാത്മാഗാന്ധിയുടെ ഒരു സ്റ്റാച്യു ഉണ്ട്. അപ്പം അങ്ങനെ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുത്തും ഫുഡൊക്കെ കഴിച്ചും ഐസ്ക്രീംസൊക്കെ കഴിച്ചുമൊക്കെ ടൈം സ്പെൻഡ് ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് ഈ മാർക്കറ്റിൽ കാണാനായിട്ട് സാധിച്ചു. അപ്പം നമ്പർ ഓഫ് ഷോപ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ലോക്കൽ ഫുഡ്സുകൾ കിട്ടുന്ന ഷോപ്സ് തൊട്ട് ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് കിട്ടുന്ന ഷോപ്സ് വരെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മഹാത്മാഗാന്ധിയുടെ സ്റ്റാച്യു വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഐ വാസ് ഇൻ സിക്കിം പോലെയുള്ള ഒരു ഫോട്ടോ പ്ലേസസൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ദെൻ അവരുടേതായിട്ടുള്ള കുറേ ചെടികളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ചെറിയൊരു ഗാർഡൻ പോലെ ഇവിടെ എല്ലായിടത്തും വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് G20 റിലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു സിംബോളിക്കായിട്ടുള്ള ചില സ്റ്റാച്യൂസൊക്കെ അവർ പണിത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഐ ലവ് ഗാങ്ടോക്ക് എന്ന് പറയുന്ന കാര്യം, ദെൻ റെഡ് പാണ്ടയുടെ ഒരു സ്റ്റാച്യു ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ കുറേ ടൈം നമ്മളവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് ഫുഡൊക്കെ എക്സ്പ്ലോർ ചെയ്താണ് നമ്മൾ തിരിച്ച് റൂമിലേക്ക് എത്തി. അപ്പം നല്ല മഴയും മഞ്ഞും ഒക്കെ ആയിട്ട് നമുക്ക് റൂമിലെത്തിക്കഴിഞ്ഞിട്ടും നമ്മുടെ റൂമിൽ നിന്നുള്ള വ്യൂ പോയിൻ്റ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. അപ്പോൾ അങ്ങനെ നമ്മുടെ സിക്കിം യാത്ര ഇങ്ങനെ തുറന്നുകൊണ്ടേയിരുന്നു. നമ്മുടെ ഹോട്ടലിലെത്തി നമ്മുടെ പൂച്ചക്കുട്ടനെയൊക്കെ കണ്ട് അവൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് ടൈമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്തു. അപ്പോൾ നമ്മുടെ ഓർമ്മയിൽ എന്നും സൂക്ഷിക്കാൻ പറ്റിയിട്ടുള്ള നല്ല മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ട്രിപ്പായിരുന്നത്. നമ്മൾ ഡെയിലി ഉള്ള നമ്മുടെ വർക്ക് ഷെഡ്യൂൾസും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകുന്ന ടൈമിലുണ്ടാകുന്ന പ്രശ്നം കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് എപ്പോഴും ഇതുപോലെയുള്ള ട്രാവൽ ട്രിപ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പ്ലേസ് ചൂസ് ചെയ്ത് ഇതിനോടടുത്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ മൈൻഡിലും അങ്ങനെയാണ്, നമ്മുടെ മൈൻഡിൽ ഒന്ന് റിഫ്രഷ് ചെയ്യുക എന്നുള്ളൊരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ തിരിച്ച് സിക്കിമിൽ നിന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം പോകുന്ന വഴി നമ്മൾ കണ്ടിട്ടുള്ള ലേക്കാണിത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിവർ റാഫ്റ്റിങ്, ദെൻ ഫോട്ടോ പ്ലേസസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ടൈമൊക്കെ സ്പെൻഡ് ചെയ്താണ് തിരിച്ച് നമ്മുടെ എയർപോർട്ടിലേക്കുള്ള യാത്ര നമ്മൾ തിരിച്ചത്. അപ്പം ഈ ഒരു സ്ഥലങ്ങളൊക്കെ കാണാനായിട്ട് നമ്മൾ പുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട് സിക്കിം എങ്ങനെയാണ്, അവിടുത്തെ ആളുകൾ എങ്ങനെയാണ് ഫുഡ്സ് എന്നതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പം മൊമോസൊക്കെ പോലെയുള്ള ഫുഡാണ് ഇവർ മെയിനായിട്ടും സ്റ്റീംഡ് ഫുഡാണ് ഇവർ കഴിക്കുന്നത്. അപ്പം അതെല്ലാം കണ്ട് എൻജോയ് ചെയ്ത് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് മെമ്മറീസ് നമ്മുടെ മൈൻഡിൽ ഹോൾഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ പോരുന്നത്. അപ്പം ടൈം കിട്ടുമ്പം ഇതുപോലെയുള്ള യാത്രകൾ നിങ്ങൾ ചൂസ് ചെയ്യുക. അപ്പം നമുക്ക് തിരഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് പോകാനും കാണാനും ആഗ്രഹമുള്ള ഇതുപോലെയുള്ള സ്ഥലങ്ങളൊക്കെ ചൂസ് ചെയ്ത് പോയാൽ it will hold a great memory in our mind. Hope you all enjoyed the video. Thank you.